ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഓഹ്, എന്ത് നല്ലൊരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് സന്തോഷമുള്ള വാഗ്ദത്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് പറഞ്ഞു. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് കിട്ടും. സന്തോഷമാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ബട്ട് ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ ചുമ്മാതെ സമയം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എനിക്കിങ്ങനെ ചുമ്മാ കുറേ സമയം കിട്ടുക. ഹല്ലേലൂയ. അതുകൊണ്ട് ചുമ്മാ വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എനിക്ക് മറുപടി വേണം. ഹല്ലേലൂയ. ഇല്ലാത്ത സമയവും നമ്മൾ ഉണ്ടാക്കി പ്രാർത്ഥിക്കും. എന്ത് കാര്യത്തിലിരുന്നാലും അവിടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കാൻ നമ്മൾ ശ്രമിക്കും. പലപ്പോഴും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാൻ നമ്മൾ വ്യഗ്രത കാണിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നിട്ട് നീണ്ട പരാതിയുടെ ലിസ്റ്റും പറയും. ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് മറുപടി തന്നില്ല. ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി തന്നില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന തിരിഞ്ഞു നോക്കിയില്ല. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എന്ത്, നിങ്ങളുടെ ഹൃദയത്തിലെ ഇഷ്ടം എന്താ, അത് നിങ്ങൾ അപേക്ഷിക്ക്, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഫലകരമായി പ്രാർത്ഥിക്കുന്നതിന്, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരേ ഒരു രഹസ്യമേ ഉള്ളൂ. ആ രഹസ്യം ഇന്ന് ഞാൻ പരസ്യമായി പറയാം, ക്രിസ്തുവിൽ വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറുപടി ലഭിക്കത്തക്കവണ്ണം ഒരു പ്രാർത്ഥനയ്ക്ക്, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു രഹസ്യമുണ്ട്. അത് ചുമ്മാതെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി വരത്തില്ല. ചുമ്മാതെ എല്ലാ പ്രാർത്ഥനയ്ക്കും വിടുതൽ വരത്തില്ല. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ വസിക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ച, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കർത്താവിൽ വസിക്കാൻ വയ്യ, ആമേൻ, പക്ഷെ നമുക്ക് മറുപടി വേണം. നമ്മൾ എന്തേലുമൊക്കെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ പൗലോസ് അപ്പോസ്തലൻ വേറൊന്നുകൂടെ പറയുന്നുണ്ട്, നിങ്ങളെ മറുപടി എല്ലാത്തിനും മറുപടി കിട്ടാത്തതിൻ്റെ കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനും മറുപടി ലഭിക്കാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം നമ്മുടെ പ്രാർത്ഥന ഒതുങ്ങിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും നമുക്ക് മറുപടി കിട്ടാറില്ല. സ്വർഗം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് നമ്മൾ കയറണം. ഈ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, കർത്താവിൽ വസിക്കുമ്പോൾ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ഹല്ലേലൂയ. സംഭവിക്കുന്ന ഒന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന അകത്ത് കിടക്കുന്ന വചനത്തിന് അധിഷ്ഠിതമായ പ്രാർത്ഥന പുറത്തു വരും. ദൈവത്തിന് ഹിതമായുള്ള പ്രാർത്ഥന പുറത്തു വരും. അതിനെന്തു വേണമെന്നറിയാമോ? നമ്മൾ യേശുവിൽ വസിക്കണം. അപ്പം ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ഒരു വൃഥാവായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെന്ന് ആഗ്രഹിക്കുന്നവ കരങ്ങളെ ഉയർത്തി കർത്താവിന്
സ്തുതിച്ചേ. ഹല്ലേലൂയ. നാളുകളായി ആണ്ടുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ലഭിക്കാതെ കരയുന്ന, വേദനിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. അവൻ യേശുവിൽ നമ്മൾ വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്കുന്നത് അവൻ ദൈവത്തോട് അപേക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ ഇല്ലാതെ എന്ത് വരത്തില്ല? വിടുതൽ വരത്തില്ല. എന്ത് ചെയ്യണം? യേശുവിൽ വസിക്കണം, എന്നിൽ വസിക്കണം എന്നാ യേശു പറഞ്ഞു. യേശുവിൽ വസിക്കണം. യേശുവിൽ വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവൻ എന്തോ അവിടെ വചനത്തിനകത്ത് ഈ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം അവൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. അങ്ങനെയല്ല വായിച്ചേ, അങ്ങനെയല്ല വായിക്കുന്നേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. കൂടെ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എങ്ങനെ വസിക്കണം? ഒരു കൊമ്പ് മുന്തിരി വള്ളിയോട് പറ്റി നിൽക്കുന്നത് പോലെ അവൻ യേശുവിൽ നമ്മൾ വസിക്കാൻ, യേശുവിനോട് പറ്റി നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ വചനം പറയുന്നു, ഫലമുള്ള അവൻ പ്രാർത്ഥനകൾ പുറപ്പെട്ടു വരും. മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ പുറപ്പെട്ടു വരും. അവൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നും വൃഥാവായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ബട്ട് ഓൺ കണ്ടീഷൻ, ക്രിസ്തുവിൽ വസിക്കണം, യേശുവിൽ വസിക്കണം. നല്ല മുന്തിരി വള്ളിയായ യേശുവിൽ വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഫലമുള്ളൊരു വൃക്ഷം, നല്ല കായ്ക്കുന്ന ഒരു കൊമ്പ്, നമ്മൾ വിചാരിക്കുക ഈ കൊമ്പ് കൊള്ളാം, നല്ല കായ്ഫലമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മാവൊക്കെ കായ്ക്കുന്ന സമയത്ത്, മാവെന്നറിയാമല്ലോ നിങ്ങൾക്ക്, മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയെ മാവ്, ഹല്ലേലൂയ, കായ്ക്കുന്ന സമയത്ത് അവൻ നന്നായിട്ട് കായ്ക്കുന്ന ചില കൊമ്പുകൾ കാണും. അന്നേരം നമ്മൾ നോക്കിയിട്ട് പറയും, ഇന്ന കൊമ്പിൽ നിൽക്കുന്ന കൊമ്പിൽ നല്ല മാങ്ങ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് വരുമ്പോൾ ആ കൊമ്പിന് താങ്ങുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചില കൊമ്പുകൾ എങ്ങനെ നോക്കി പറയാറുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ മാവുള്ളത് കൊണ്ട് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കൊമ്പിൽ നല്ല നിറയെ മാങ്ങ പിടിച്ച് കിടക്കുക എന്ന് പറയും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാവിൻ്റെ കൊമ്പ്, നല്ല കായ്ക്കുന്ന കൊമ്പ് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നേ. അന്നേരം ഇവർ തമ്മിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലോറിക്കാർ വരുവാണെങ്കിൽ മാങ്ങ കൊണ്ടുപോകും. അല്ലെ, പൊക്കമുള്ള ബാക്കിൽ ഉയരമുള്ള ലോറി വരുവാണെങ്കിൽ മാങ്ങ കുറേ കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അന്നേരം ഹല്ലേലൂയ, എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ വിചാരിക്കുക, ഒരു കാര്യം ചെയ്യാം, ആ കൊമ്പ് നന്നായിട്ട് കായ്ക്കുന്ന കൊമ്പല്ലേ, അതിൽ കായ്ക്കുന്ന മാങ്ങ നഷ്ടമായി പോകാതിരിക്കാൻ ആ കൊമ്പിനെ അടർത്തിയെടുത്ത് ഇങ്ങോട്ടെങ്ങാനും മാറ്റിക്കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെങ്ങാനും ആ കൊമ്പ് കായ്ക്കുമോ? കായ്ക്കത്തില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? ആ മാവിന്ന് വേർപെട്ട പിന്നെ ആ കൊമ്പിന് കായ്ക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നേരത്തെ നല്ല കായ്ച്ചോണ്ട് നല്ല കായ്ഫലം ഉണ്ടായിരുന്നതാ, പക്ഷെ അതിൽ നിന്ന് വെട്ടി മാറ്റി കഴിഞ്ഞാൽ എന്ത് വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ മാവി തന്നെ ആ കൊമ്പ് നിന്നാലേ അടുത്ത ആണ്ടും അത് ഓരാക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് പറയാ, ഫലം കായ്ക്കണം. എന്തിനാ വസിക്കുന്നേ? ഫലം കായ്ക്കാൻ വേണ്ടിയാ. അല്ല, എങ്ങനെ ഫലം കായ്ക്കുന്നേ? മറുപടിയുള്ള പ്രാർത്ഥനകൾ പുറത്തു വരാൻ പോവുക. ഒരു ജീവിതത്തിനകത്ത് ദൈവവുമായി ബന്ധമുള്ള യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു പ്രയോജനമില്ലാത്തതായി പോകത്തില്ല. നിങ്ങളെ ഫലമുള്ളവരാക്കി നിർത്തുവാൻ, നമ്മെ ഫലമുള്ളവരാക്കി നിർത്തുവാൻ നമുക്ക് യേശുവുമായി ഒരു നല്ല ബന്ധമുണ്ടായിരിക്കണം. അവൻ എടുത്തു പറഞ്ഞാൽ യേശുവിൽ വസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോൾ ഫലകരമായി മറുപടിയുള്ള പ്രാർത്ഥനയുടെ രഹസ്യം എന്തെന്നറിയാമോ? യേശുവിൽ വസിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഹല്ലേലൂയ. യേശുവിൽ വസിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. അവൻ ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അവൻ ഫലമില്ലാത്തവരായിരിക്കാൻ കഴിയത്തില്ല. വചനം പറയുന്നു, അവൻ എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങും. അവൻ നിങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, അത് മറ്റുള്ളവർ അറിയും. ആ ഫലം നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കും. ചെത്തലുകളൊക്കെ ഉണ്ടാകും, പക്ഷെങ്കിലും നിങ്ങൾ ഫലമില്ലാത്തവരായിരിക്കത്തില്ല. ഹല്ലേലൂയ. സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഫലമുള്ളവരായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഫലം കായ്ക്കണം. ആമേൻ. എവിടാണ് ഫലം കായ്ക്കേണ്ടത്? അതും കൂടെ നമ്മൾ ചിന്തിച്ചോണം. ഹല്ലേലൂയ. എവിടാ നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. അവൻ തിരിച്ചറിയാം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഭവനം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ജോലി സ്ഥലം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദേശം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ നമ്മുടെ സഹോദരങ്ങളുടെ മധ്യത്തിൽ ഉള്ള ആ സ്ഥലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ ഫലം കായ്ക്കേണ്ടത്. ഹല്ലേലൂയ. ആദ്യം എവിടെ ഫലം കായ്ക്കണം? ആദ്യം എവിടെ ഫലം കായ്ക്കണം? എല്ലാവരും പറഞ്ഞു, എവിടെ ആദ്യം ഫലം കായ്ക്കേണ്ടേ? ആമേൻ. കർത്താവ് പറഞ്ഞു എന്തുവാ? അപ്പോസ്തല പ്രവൃത്തി 1:8 അവൻ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു നിർത്തിയിട്ട് പറയുവാണ്, ആമേൻ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ആമേൻ. എൻ്റെ സാക്ഷികൾ എന്ന് വെച്ചാൽ ഫലം കായ്ക്കുന്നവരാകുമെന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി മാറും നമ്മൾ ഓരോ വ്യക്തികളും. അവൻ ഫലം കായ്ക്കുന്നവരാകും നമ്മൾ ഓരോ വ്യക്തികളും. അപ്പൊ ആദ്യത്തെ ഫലം എവിടാ കായ്ക്കേണ്ടേ? വീട്ടിനകത്ത് കായ്ക്കണം. ഹല്ലേലൂയ. ആദ്യത്തെ ഫലം നമ്മുടെ കാണുന്നവരുടെ മുമ്പിൽ കായ്ക്കണം. വീട്ടിനകത്ത്, അയൽക്കാരുടെ മധ്യത്തിൽ, സഭയ്ക്കകത്ത്, ഹല്ലേലൂയ, സഹോദരന്മാരുടെ മധ്യത്തിൽ, നമ്മുടെ ദേശത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഫലം വെളിപ്പെട്ട് വരണം. അതിലാദ്യം കായ്ച്ചു തുടങ്ങേണ്ടത് എവിടെയാ? വീട്ടിനകത്താണ്. വീട്ടിനകത്ത് നമ്മുടെ നല്ല ഫലം പുറത്തു വരണം. പലപ്പോഴും നമുക്ക് പുറത്ത് നല്ല സാക്ഷ്യവും അകത്ത് സാക്ഷ്യം അടുത്തൂടെ പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. വീട്ടിനകത്ത് വന്നാലോ വീട്ടിനകത്ത് ഒരു സാക്ഷ്യവും കാണത്തില്ല. വീട്ടിനകത്ത് നമ്മുടെ സാമ്രാജ്യമാണല്ലോ. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണം എന്ത് ചെയ്യണം? അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് സഹോദരിമാരായാലും സഹോദരന്മാരായാലും യഥാർത്ഥ സ്വഭാവം എവിടെ വരുന്നേ? വീട്ടിനകത്ത് നമ്മളെ ഏറ്റവും അറിയുന്നവരുടെ മുമ്പിൽ നമ്മുടെ എല്ലാ സ്വഭാവം, പച്ചയായ സ്വഭാവം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, സ്വഭാവം പുറത്ത് വരുന്നേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാം. ഹല്ലേലൂയ. നമ്മുടെ ഫലം ആദ്യം പുറത്തു വരേണ്ടത് നമ്മുടെ ഭവനത്തിനകത്താണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞു തരാം. ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കാട്ടാക്കട ഒരു പ്രൈവറ്റ് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. അപ്പോൾ ഞങ്ങളെ മലയാളത്തിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിലൊരു സബ്ജക്റ്റ് എടുത്തിരുന്ന ഒരു സാറ്, പുള്ളി നന്നായിട്ട് ക്ലാസ് എടുക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേൾക്കണം, കേട്ടേ പറ്റുള്ളൂ. പാസ്റ്റർ വരുന്നവരെ കേട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഓക്കെ. അവൻ മലയാളം നല്ല രീതിയിൽ ക്ലാസ് എടുക്കും. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ആ പോർഷൻ വായിച്ചില്ലെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലാസ് എടുക്കും, ബോറടിക്കത്തില്ല. വലിയ പ്രായമുള്ള സാറൊന്നുമല്ല, ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ. നല്ല കൂളായിട്ട് നിന്ന് ക്ലാസ് എടുക്കും, ഭയങ്കര തറവായിട്ട് പഠിപ്പിച്ചു വിടുന്ന ഒരു നല്ല അധ്യാപകൻ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ
ക്ലാസ് എടുക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഒന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞ് ആ പിള്ളേരൊന്ന് ഉറങ്ങുമെന്ന് തോന്നി ഒന്ന് ചിരിപ്പിച്ച് എന്നാൽ നല്ല എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 18 19 ഏജാണ് അവിടെ ഇരിക്കുന്നത്. ഏകദേശം 20-നും 18-നും ഇടയ്ക്കുള്ള ഏജുള്ള കുട്ടികളായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ എൻ്റെ കൂടെ എഴുതുന്ന ഞാനധികം ആരോടും കൂട്ടുകൂടുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. എന്നാലും എൻ്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുക, ഈ സാറിൻ്റെ വീട്ടിലെ ഭയങ്കര രസമായിരിക്കും. കാരണം എപ്പോഴും ഈ സാറ് കോമഡിയൊക്കെ പറയും, എപ്പോഴും ഹാപ്പി ആയിട്ട് സംസാരിക്കും. അതിൽ ഒരു കൊച്ച് ഒരു പെങ്കൊച്ച്, സാറ് വീട്ടിലും ഇങ്ങനാണോ അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചതാ. അല്ല സാറ് വീട്ടിലും ഇതുപോലെ കൂളായിട്ടാണോ ഇടപെടുന്നേ? അന്നേരം സാർ ഉറങ്ങില്ല, നിങ്ങളടുത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ എങ്ങനെ? വീട്ടിലാണെങ്കിലോ, വീട്ടിലെ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ പണ്ടത്തെ ഒരു അധികാരിയാ, പുള്ളി ഏകാധിപതിയാ. പുള്ളി പറയും, ബാക്കിയുള്ളവർ കേട്ടോണം. ഓർഡർ വരും, അനുസരിച്ചോണം. വാ തുറക്കാൻ പാടില്ല, മിണ്ടാണ്ടിരുന്ന് താൻ പറയുന്നതിനെ കേട്ടിട്ട് ഹല്ലേലൂയ അനുസരിക്കാനല്ലാതെ ഹിറ്റ്ലറിന്റെ കീഴിലുള്ളവർക്ക് ബാക്കിയൊന്നും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എന്നെ ഭയങ്കര പേടിയാ. അവരോട് സംസാരിക്കത്തില്ല, അവരോട് സ്നേഹത്തോടെ ഇടപെടത്തില്ല, എല്ലാ കാര്യത്തിനും ഫയറിങ്ങാ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വഭാവം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ. വീട്ടിൽ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴോ, നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ നല്ല സ്നേഹത്തോട് സംസാരിക്കാൻ അറിയാമല്ലോ. വീട്ടിൽ ഭാര്യയോട് മക്കളോട് സംസാരിക്കുമ്പോഴോ, ഒന്ന് തിരിച്ചറിയണേ, എവിടെ ഫലം കായ്ക്കേണ്ടേ? എവിടെ ഫലം കായ്ക്കേണ്ടേ? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ എവിടെ വരേണ്ടേ? വീട്ടിനകത്ത്. ഹല്ലേലൂയ. എവിടെ വരേണ്ടേ? ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്നേഹത്തോടെ വീട്ടിനകത്ത് ഫലം കായ്ക്കാൻ തുടങ്ങണം. സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങണം. വീട്ടിനകത്തും സന്തോഷം പകർന്നു കൊടുക്കുന്നവരായി തീരണം. അദ്ദേഹം വലിയ കാര്യമായിട്ട് പറഞ്ഞതാ, പുറത്തു പോകുമ്പോൾ ഞാൻ എല്ലാവരോടും ജോളിയായിട്ട് സംസാരിക്കും, പക്ഷെ വീട്ടിനകത്ത് ഹല്ലേലൂയ ഞാൻ എങ്ങനെയല്ല സ്ട്രിക്റ്റാന്ന്. പിന്നൊരു കാര്യം, പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ കാലം അതല്ല. എല്ലാ സഹോദരന്മാരും തിരിച്ചറിയുക. ഹല്ലേലൂയ. വീട്ടിനകത്ത് നമ്മുടെ ഫലം പുറത്തു വരണം. ആമേൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ, അത് കഴിഞ്ഞ് സഭയ്ക്കകത്ത്, നമ്മുടെ അയൽക്കാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഫലം നമ്മളിൽ പുറത്തു വരണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാൾ ഫലം കായ്ക്കണം. അത് നാട്ടുകാരുടെ മുമ്പ് മാത്രമല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റായ ധാരണ അതാണ്, വീട്ടിനകത്ത് ഫലം കായ്ക്കുന്നവരായി തീരണം. ഞാൻ ചോദിക്കട്ടെ, ഈ സാറിൻ്റെ ഈ ക്യാരക്ടർ കൊണ്ട് വീട്ടുകാർക്ക് വല്ല പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. പഠിപ്പിക്കാൻ ഇറങ്ങുന്ന കുറച്ച് സമയം പിള്ളേർ നല്ല ഹാപ്പി ആയിരിക്കും. വീട്ടിൽ വരുമ്പോൾ വീട്ടുകാർക്ക് മുഴുവനും വീർപ്പ് മുട്ടല്ല. ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ PG വർഗീസ് അങ്കിൾ ഒരു സാക്ഷ്യം തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു കാശ്മീരിൽ നിന്നൊരു അങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകം. അദ്ദേഹം അതിനകത്തൊരു സാക്ഷ്യം എഴുതി വെച്ച് കേട്ടു. ഞാനിങ്ങനെ വായിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇദ്ദേഹം മീറ്റിങ്ങിന് തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. ട്രാക്റ്റ് വിതരണം ചെയ്യാൻ പോകും. മലനിരകളൊക്കെ കയറി ട്രാക്റ്റ് വിതരണം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീട്ടിലെത്താൻ ഇച്ചിരി വളഞ്ഞ വരേണ്ടിയേ. ഇദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ പടപടാ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് വീട്ടിനകത്തോട്ട് കയറുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലായി, അദ്ദേഹം എടാ അതേ വരുന്നു, പപ്പ അതേ വരുന്നു, അല്ല ഇനി ചെവിയേക്കാനൊക്കത്തില്ലടാന്നു. ഇങ്ങനൊരു ഡയലോഗ്. ഹല്ലേലൂയ. ഇനി ചെവി അങ്ങനെ ഒരു ഡയലോഗ് മീൻസ് സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊരു ഡയലോഗ്. ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ സാക്ഷ്യത്തെ എഴുതി വെച്ചേക്കുക. ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ പുറത്ത് കർത്താവിൻ്റെ സമാധാനം പ്രസംഗിക്കാൻ പോവുക, പക്ഷെ വീട്ടിനകത്ത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ എന്ത് കൊടുക്കുന്നില്ല? സമാധാനം കൊടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടെന്ന്. ആ സാക്ഷ്യം, ഞാൻ ആ പുസ്തകത്തിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ വായിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ ഫലം എവിടെ ആദ്യം വെളിപ്പെടേണ്ടേ? നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ.
ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിന് സഹോദരിമാരെ, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ ഫലം വെളിപ്പെടണം. സഹോദരന്മാരെ, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ ഫലം വെളിപ്പെടണം. ഹല്ലേലൂയ. അവൻ ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ വസിച്ചാൽ അവൻ എന്ത് ചെയ്യും? ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഫലമുള്ളവരായി തീരും നമ്മൾ. ഹല്ലേലൂയ. ഫലമുള്ളവരായി തീരും. ഇന്ന് പകൽക്കാലം ഫലമില്ലാത്തവരായി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയും, കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ അങ്ങയിൽ വസിച്ച് നല്ല ഫലം കായ്ക്കത്തക്കവണ്ണം എന്നെ സഹായിക്കണമെന്ന് പറയുക. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒന്നാമത് നമ്മൾ പറഞ്ഞ കാര്യം, ക്രിസ്തുവിൽ വസിക്കാൻ തുടങ്ങിയാൽ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമേ നമ്മളിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. ക്രിസ്തുവിൽ വസിക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ നിന്ന് അവൻ ഫലം കായ്ക്കാൻ തുടങ്ങും. എവിടെ ഫലം കായ്ക്കേണ്ടേ? ആദ്യം നമ്മുടെ ഭവനത്തിനകത്ത് ഫലം കായ്ക്കണം. ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കൊണ്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്നേ. അവൻ ഫലമുള്ളവരായി നമ്മൾ തീർന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ചാർച്ചക്കാരുടെ നടുവിൽ, പിന്നെ അവൻ സഭയ്ക്കകത്ത്, പിന്നെ അവൻ ദേശത്തിന് നടുവിൽ സാക്ഷ്യമുള്ളവരായി ഫലമുള്ളവരായി തീരണം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും പിണങ്ങി, പകുതി കൈപോലുമില്ല. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നല്ല ഫലം വീട്ടിനകത്തും കായ്ക്കുന്നവരാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ വീടിനകത്തും നമ്മുടെ ഫലം പുറത്തു വരട്ടെ, നല്ല ഫലം പുറത്തു വരട്ടെ. ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ നമ്മൾ ഫലം കായ്ക്കാൻ തുടങ്ങും. ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ ദൈവിക ഫലം കായ്ക്കും. ആദ്യം വീടിനകത്ത് ഫലം കായ്ക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ശാസന ആവശ്യം ആയി വരുമ്പോൾ ശാസിക്കേണ്ടെന്നല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ സിസ്റ്റർ പ്രസംഗിച്ചു, ഇനി മേലാൽ എൻ്റെ ചേട്ടനോട് ദേഷ്യപ്പെടത്തില്ല, സിസ്റ്റർ പ്രസംഗിച്ചു, ഇനി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടത്തില്ല. ഇതൊന്നും വിചാരിക്കേണ്ട. ഹല്ലേലൂയ. ആവശ്യമായ സമയത്ത് ഗൗരവത്തോടെ സംസാരിക്കേണ്ട കാര്യം ഗൗരവത്തോടെ സംസാരിക്കുക തന്നെ വേണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ശാസിക്കേണ്ടത് ശാസിക്കണം. ഹല്ലേലൂയ. ഗൗരവമായി സംസാരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം. പക്ഷേ ഹല്ലേലൂയ, അതേ സമയം തന്നെ ഭവനത്തിനകത്ത് ദൈവിക സ്വഭാവം, ഞാൻ പറയുന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവിക സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തി കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫലകരമായ പ്രാർത്ഥന രഹസ്യം, ഒന്നാമത്തെ രഹസ്യം എന്തുവാണ്? ക്രിസ്തുവിൽ വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താ? ഫലം കായ്ക്കും. യേശു കർത്താവ് തന്നെ പറഞ്ഞതാ, നിങ്ങൾ എന്നിൽ വസിക്കാൻ ഹല്ലേലൂയ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കാൻ തുടങ്ങണം. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അങ്ങനാണെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തി ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. ഒരു ഫലം കായ്ക്കുന്ന, നല്ല ഫലം കായ്ക്കുന്ന, ഏതോ ഒരു ഫലമല്ല, നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. വചനം നമ്മളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, കാട്ട് ഒലിവായിരുന്ന തന്നെ വെട്ടിയെടുത്ത് എവിടെ കൊണ്ടുവച്ചു? നാട്ടൊലിവിൻ്റെ കൂട്ടത്ത്. എന്ന് വെച്ചാൽ ലോകത്തിൽ കിടന്ന് നമ്മളെ കട്ട് ചെയ്ത് ഒരു ബഡ് ചെയ്ത് വെക്കുന്നത് പോലെ ക്രിസ്തുവിനോട് ഒട്ടിച്ചു വെച്ചിരിക്കുമ്പോൾ പുറത്തു വരുന്ന ഫലം കാട്ടൊലിവിൻ്റെതാകരുത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് പകൽക്കാലം, കർത്താവേ, എനിക്ക് അങ്ങയിൽ വസിക്കണം, എനിക്ക് അങ്ങയിൽ വസിച്ചുകൊണ്ട് എൻ്റെ മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടോ? കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ സ്വഭാവം എന്നിലും വരട്ടെ, എന്നിലും വരട്ടെ, എന്നിലും വരട്ടെ. ആ സ്വഭാവം വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച് കേട്ട് മറുപടി തരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു ഫലം കായ്ക്കണം. എവിടെ കായ്ക്കണം? ആദ്യം വീട്ടിനകത്ത്, പിന്നെ അടുത്ത. നമ്മൾ പുറത്ത് ഫലം കായ്ക്കും, അകത്ത് ഫലമില്ല പലപ്പോഴും. ഹല്ലേലൂയ. തിരിച്ചറിയുക. ഈ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഇടപെടലുകൾ, സംസാരം, ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ വായിച്ച 15-ാം അധ്യായം 7-ാമത്തെ വായിച്ചത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ഹല്ലേലൂയ. വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ എവിടെ ചേർന്നിരിക്കണം?
ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. നല്ല ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങും. ഹല്ലേലൂയ. 2, കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെ അതിനകത്ത്. കർത്താവ് പറഞ്ഞു എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം എന്ന് പറയുമ്പോൾ അതേ അധ്യായത്തിനകത്ത് തന്നെ നമുക്കനുസരിക്കാൻ തക്കവണ്ണം ഒരു കൽപ്പനയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചേ, 15-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 15-ന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവ് പറയാ, എങ്ങനെ ക്രിസ്തു നമ്മളിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ വസിക്കുന്നേ? നമുക്കറിയാം, ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം, അല്ലേ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. കർത്താവ് നമ്മളിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാലും ഒരിടത്ത് പറയുന്നു, അടുത്ത ഭാഗത്ത് പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്നാ പറയുന്നേ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ വചനം അപ്പോൾ വചനം എന്തുവാണ്? ഈ ഭാഗത്ത് പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? എന്തു വേണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നമ്മോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അടുത്തിരിക്കുന്ന ആളോട് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്നേഹിക്കണം. ദൈവഹിതപ്രകാരമുള്ള സ്നേഹം നമ്മൾ ഇന്ന് വെളിപ്പെടണം. വല്ലാത്ത സ്നേഹമുണ്ട്, ആ സ്നേഹത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ. ഹല്ലേലൂയ. പലപ്പോഴും വീട്ടിനകത്ത് ഒഴുകേണ്ട സ്നേഹം വെളിയിലോട്ട് ഒഴുകുന്നതുണ്ട്, അത് വേണ്ട. ഹല്ലേലൂയ. അമ്മയ്ക്കും അപ്പനും കൊടുക്കേണ്ട സ്നേഹം ആമേൻ ഹല്ലേലൂയ കാണുന്ന വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നവരുണ്ട്, അത് വേണ്ട. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം വേറെ ആർക്ക് കൊടുക്കുന്നവർ വേണ്ട. ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം വേറെ അങ്ങോട്ടെങ്കിലും ഒഴുകുന്നവരെങ്കിലും വേണ്ട. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള സ്നേഹം അതിപ്പോൾ ഇങ്ങനെ എടുത്തു പറയേണ്ട സാഹചര്യമാണ് പലയിടത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവഹിതപ്രകാരം അവൻ എന്താണോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങണം. ചർച്ചിനകത്ത് സഹോദരി സഹോദരന്മാരെ ഹൃദയം തുറന്ന് മനസ്സോടെ സ്നേഹിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ആമേൻ കൂട്ടുകാരനെ പകയ്ക്കുന്നെങ്കിൽ, സഹോദരനെ പകയ്ക്കുന്നെങ്കിൽ, ആ സ്നേഹത്തിന് കർത്താവിൻ്റെ ഭാഷയിൽ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ആമേൻ. കർത്താവ് പറയും കള്ളനാണ്. എനിക്കത് പറയാൻ ഇഷ്ടമില്ല, എന്നാലും പറഞ്ഞു പോയതാ. അങ്ങനെ പറയുന്നത് ചുമ്മാതാ പറയുന്നത്. എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ആളെ കാണുമ്പോൾ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചുമ്മാതാ നിങ്ങൾ പറയുന്നത്, കള്ളത്തനം പറയുക. ഹല്ലേലൂയ. സ്നേഹത്തിന് ഒരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ. ഹല്ലേലൂയ. അത് സ്നേഹം എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അവൻ ഇന്നയാളോട് സ്നേഹം, ഇന്നയാളോട് സ്നേഹം ഇല്ല, ഇന്ന കാര്യം ചെയ്തോണ്ടിങ്ങനെ. ഹല്ലേലൂയ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യേശു പറഞ്ഞു ശത്രുവിനെയും സ്നേഹിക്കണം. ഈ സ്നേഹം വന്നാൽ ഒരുവൻ നമുക്ക് നേരെ തിന്മ ചെയ്താലും നമുക്ക് അവരോട് തിന്മ ചെയ്യാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അവൻ വചനം പറയുന്നു ഈ സ്നേഹം വരുമ്പോ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. നമ്മളെ ദ്രോഹിക്കുന്ന പോലും സ്നേഹിക്കാൻ പഠിക്കും. തിന്മ ചെയ്യുന്നവനോട് തിന്മയായി തിരിച്ചു ചെയ്യത്തില്ല, അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മളെ അവൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ പകയ്ക്കുന്നവരെ നിങ്ങളും പകയ്ക്കുന്നെങ്കിൽ കർത്താവിന്റെ സ്നേഹം നമ്മളിലുണ്ടോ? ഇല്ല. യേശു കർത്താവിനെ തല്ലിയവർക്ക് വേണ്ടി കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവേ, ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചേ? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മളാണെങ്കിലോ കർത്താവേ, അടുത്ത ദിവസം എനിക്ക് തന്നതിൻ്റെ ആമേൻ ഹല്ലേലൂയ അനുഭവം എന്നെ തൊട്ടതിന് കർത്താവ് അവനെ തൊടണം. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ പറയുന്ന ഉദ്ദേശം എന്തുവാ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയുടെ കൊച്ചാന്ന് ഒന്ന് അറിയിച്ചു കൊടുക്കണമേ എന്ന് പറയും. അവര് പറഞ്ഞോട്ടെന്നേ, അവര് ചെയ്തോട്ടെന്നേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ?
സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഹൃദയം വേദനിക്കുമ്പോഴും ഹൃദയം കരയുമ്പോഴും നമ്മുടെ മനുഷ്യന്, നമ്മുടെ ഉള്ളിലെ വികാരമുള്ള വിചാരമുള്ള ഒരു മനുഷ്യൻ പറയും, അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ ചെയ്തു, രക്ഷപ്പെടരുതെന്ന് പറയും. അന്നേരം പറയാം, മിണ്ടാതിരിയും പിശാചെന്ന് പറയണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ സ്വഭാവം വേണം. യേശു പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ആമേൻ. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളും അതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. അതാകുന്നു എൻ്റെ അപേക്ഷയല്ല, കൽപ്പന. ഒരു സജഷൻ പറ, ഒന്ന് ചെയ്തു നോക്ക്. സജഷൻ പറയുവല്ല, ഇറ്റ്സ് an order. കൽപ്പനയാണ്. ഹല്ലേലൂയ. അതൊരു കൽപ്പനയാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ. നിന്ദിച്ചവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. നിങ്ങളെ മനഃപൂർവ്വമായി ഉപദ്രവിച്ചവരും തോന്നുന്നവർക്ക് വേണ്ടി അനുഗ്രഹിക്കുന്നവർ എത്ര പേര്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എത്ര പേരുണ്ട്? ഞാൻ പറയും, വാസ്തവമായി നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഹല്ലേലൂയ. വാസ്തവമായി ഒരു എതിര് പ്രാർത്ഥനയും നിങ്ങളുടെ തലമേ വരത്തുമില്ല. അവനിനി ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും, അവനിനി കൊടികെട്ടിയ മന്ത്രവാദം ചെയ്താലും, നിന്റെ രോമത്തിൽ പോലും തൊടാൻ ഒരശുദ്ധ ശക്തിക്കും ദൈവം അനുവാദം കൊടുക്കത്തില്ല. പകയ്ക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും പ്രതികൂലമായി നിന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആദ്യം നമ്മളിൽ വളരുന്ന വികാരം എന്തെന്നറിയാമോ? എന്നാലും കർത്താവേ, അവരെങ്ങനെ ഇന്നെ പറഞ്ഞല്ലോ, അവർക്കൊന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയ എന്നൊക്കെയായിരിക്കും വരുന്ന പ്രാർത്ഥന. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. പക്ഷെ നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പരിവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുമ്പോഴേ ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരും, കുഞ്ഞെ അങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനല്ല ചിന്തിക്കേണ്ടത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്ക. നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി നിൽക്കുന്ന, സ്നേഹത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ സ്നേഹം നിങ്ങളിലൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു. തിരിച്ചറിയ, നീ അവരെ പോലെ അല്ലാകേണ്ടത്, നീ യേശുവിനെ പോലെയാകുക. ഞാൻ പറയും, നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഹല്ലേലൂയ അവരെ നിങ്ങൾ മറക്കത്തില്ല. ഹല്ലേലൂയ. മറക്കൂ? വരുമ്പോഴൊക്കെ ഹൃദയത്തിനകത്ത് വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അനുഗ്രഹിച്ച് അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. ഹല്ലേലൂയ. അന്നേരം വരുന്ന ഒരു വാരം ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ക്ഷമിക്കാൻ നമ്മുടെ ഹൃദയം ഒരുങ്ങും. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവര് വാസ്തവത്തിൽ, നമുക്കറിയത്തില്ലല്ലോ വാസ്തവത്തിൽ അവർ മനഃപൂർവ്വം ചെയ്തതാണോ പിശാച് അവരെ കൊണ്ട് ചെയ്യിച്ചതാണോ എന്ന് അറിയാവോ? ചിലരെ ഈ പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പോലും ബോധം കാണത്തില്ല. അങ്ങനെയുണ്ട്. ഹല്ലേലൂയ. അവരപ്പോഴത്തെ സ്പിരിറ്റിൽ അങ്ങ് പറയും. പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞതും കൂടെ ഇല്ലെന്ന് പറഞ്ഞോളയും. ഹല്ലേലൂയ. കാരണം അവരല്ല പറഞ്ഞേ, അവരെ പുറകിലുള്ള ഇവർ ഈ സാത്താനൊക്കെ ഒഴിയുമ്പോഴേ ഇവരങ്ങ് ദൈവസന്നിധി മനഃപൂർവ്വം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾ അവർക്ക് വിരോധമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ നിന്നെ ശപിക്കുന്നവനെ എങ്ങാനും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം എങ്ങാനും അവരെ കിടക്കുന്നത്, നിങ്ങൾ അവരെ പ്രാഗി പ്രാർത്ഥിച്ചാൽ ഈ പ്രാക്കെല്ലാം തിരിച്ചു വരും. തമാശയാണെങ്കിൽ ഇച്ചിരി കാര്യമുണ്ടേ, കളയല്ലേ. ഹല്ലേലൂയ. അവരുടെ മനോഭാവം എന്താ നമുക്കറിയാവോ?
അവർക്ക് നമ്മളുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കറിയാവോ? ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മനസ്സ് തുറന്ന് അവരോട് ക്ഷമിച്ചിട്ട് അവരെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേക്ക്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുമ്പോട്ട് പോകാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്, ഏറ്റവും നല്ല മെഡിസിനാണ് ഞാൻ തരുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, കാരണം ഇത് കയ്പായിരുന്നു ആദ്യം എനിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ എൻ്റെ ചിന്ത ഇങ്ങനെ പൊങ്ങി വരും, എന്നാലും ഇത്രയും സ്നേഹിച്ചിട്ട്, ഇത്രയും ആമേൻ ഹല്ലേലൂയ മനസ്സ് നിർമ്മല ഹൃദയത്തോടെ ഇടപെട്ടിട്ട്, നിർമ്മല ഹൃദയത്തോടെ ദൈവസന്നിധി നിന്നിട്ട്, ഇതാണല്ലോ കർത്താവേ വരുന്നത് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ആമേൻ മേളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു തട്ടങ്ങ് തരും. അന്നേരം ഞാൻ പറയും, കർത്താവേ ഞാൻ അവരോട് ക്ഷമിച്ചു, അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ പറയും, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന് അവർ യോഗ്യരാണെങ്കിൽ അവരനുഗ്രഹിക്കപ്പെടും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അതിനേക്കാളും ഒരു പടി കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതിനേക്കാളും ഒരു പടി കൂടെ നിങ്ങളെ നിന്ദിതരാക്കിയ, നിങ്ങളെ പരിഹാസ്യരാക്കി മാറ്റിയ അതേ ശത്രുവിന്റെ മുൻപിൽ നിങ്ങളുടെ തല ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു ഉയർത്തും. ഒരു മനുഷ്യന്റെ മുൻപിൽ തന്നിൽ വിശ്വസിക്കുന്നവനെയും വസിക്കുന്നവനെയും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്യുന്നത് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, കർത്താവിൽ വസിക്കുന്ന, കർത്താവിൽ ചേർന്ന് നിൽക്കുന്ന, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, ഹൃദയം തുറന്ന് ശത്രുക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവൻ ചില വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആഞ്ഞടിച്ച പല വിഷയങ്ങളും വന്നപ്പോൾ ഒത്തിരി വാക്കുകൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതായിട്ടും തകർക്കുവാൻ തക്കവണ്ണം വെല്ലുവിളി ഉയർത്തി വന്നപ്പോൾ ചിലരൊക്കെ ഞങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററെ അവരുടെ വായടയ്ക്കാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന്. ഹല്ലേലൂയ. വേണ്ട, പ്രതികാരം നമുക്കുള്ളതാണോ? അല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞൊരൊറ്റ കാര്യം, വാ തുറന്നേക്കരുത്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയാലും ഇല്ലേലും, ഞാൻ ഒത്തിരി കരഞ്ഞു, ഞാനും പാസ്റ്ററൊക്കെ ഒത്തിരി വേദനിച്ചു, ശരിയാ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാൻ പറ്റുമോ, ഒരു വാക്ക് പോലും ഒരു മനുഷ്യനും വിരോധമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ കൂടെ വന്ന് ചോദിച്ച വ്യക്തികളുണ്ട്, വായടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പാസ്റ്ററേന്ന്. അവർ വായടച്ച പിന്നെ നമ്മുടെ നന്മ ആരും കൊണ്ടുവരും? പറയട്ടെന്നേ. ഹല്ലേലൂയ. നിന്ദിക്കുന്നവരെ കണ്ട് മുഷിയുന്നവരുണ്ടോ? തകർന്നെന്ന് പറഞ്ഞ് ചിരിക്കുന്നവരെ കണ്ട് മുഷിയുന്നവരുണ്ടോ? സങ്കീർത്തനക്കാരന് പറയുന്നു, 86-ാം അധ്യായം ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരേയാള് സ്വർഗമേ അങ്ങ് ഞങ്ങൾക്ക് തരണം. ക്രിസ്തുവിൽ വസിക്കുന്ന ദൈവമൈതലേ, ക്രിസ്തുവിന്റെ സ്വഭാവവും ദൈവിക സ്നേഹവും നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, ആമേൻ, നന്മയ്ക്കായ ഒരടയാളം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നേച്ച് പറയണം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തളരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. നമ്മളെ തകർത്ത് കളയാതെ അവൻ പണിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നേ. എവിടെ നീ പൊളിയണമെന്ന് ആഗ്രഹിച്ചോ അതേ സാഹചര്യത്തിന്റെ നടുവിൽ നിങ്ങളെ തല ഉയർത്തി നിർത്തുമാറാക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. പ്രതികൂലമായി നിൽക്കുന്നവരോട് അവൻ എതിർ പറയാനല്ല, ക്ഷമയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. സ്വർഗം നമ്മളെ മാനിക്കാൻ പോവുക. നമ്മുടെ പ്രാർത്ഥനയെ നിരസിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ പിശാചിന് അവസരം കൊടുക്കരുത്. എന്ത് ചെയ്യരുത്? നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ പകയോടെയാണ് മറ്റുള്ളവരുടെ ഇടപെടുന്ന പിശാച് പറയും, വേണ്ടേ അങ്ങ് സ്നേഹിച്ചെന്നല്ല പറയുന്നേ, അങ്ങയുടെ കൂടെ വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളാ പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിനകത്തിരിക്കുന്ന സംഭവം കണ്ടോ? ദേഷ്യം വരത്തില്ലെന്നല്ല, സങ്കടം വരത്തില്ലെന്നല്ല, വിഷമം വരത്തില്ലെന്നല്ല, ഒക്കെ വന്നോട്ടെ.
കർത്താവിനോട് പറയും, മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു കർത്താവ് എന്ന് പറയുക. കർത്താവെ അവരെ അനുഗ്രഹിക്കണമെന്ന് ഹൃദയം തുറന്ന് പറയുക. ഹല്ലേലൂയ. മനസ്സോടെ പറയുക. മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയണ്ട, മനസ്സോടെ പറയുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ മറുപടിയും നിങ്ങളുടെ വളർച്ചയെയും നിങ്ങളുടെ ഉയർച്ചയെയും നിങ്ങളുടെ വാഗ്ദത്തത്തെയും തടയാൻ ഒരു പിശാചിനെയും ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൽപ്പന എന്താ? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ശത്രുവിനെയും സ്നേഹിക്കണം. നമുക്കറിയാവോ ശരിക്കും നമ്മളോട് സ്നേഹമുള്ളവരാരാന്ന് അറിയാവോ? പുറം കണ്ട ആരെ അളക്കല്ലേ. ചിലപ്പോൾ നിങ്ങളോടത്ത് വലിയ കാര്യത്തിൽ ചിരിക്കാത്തവരായിരിക്കാം നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളോട് വലിയ കൂറ് കാണിക്കാത്തവരായിരിക്കാം ഏറ്റവും അധികം നമ്മളോട് വിശ്വസ്തരായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കും കാല് വാരിയിട്ട് പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, നമുക്ക് ആരെയും തിരിച്ചറിയാവോ? പക്ഷെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ വായിക്കണോ? ഞാൻ പെട്ടെന്ന് നിർത്താം. അധ്യായം ജസ്റ്റ് ഒന്ന് വാക്ക് ഞാൻ ഒരു പ്രാവശ്യം മുന്നേ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് ഒരു പ്രാവശ്യം ചർച്ചിനകത്ത് സങ്കീർത്തനത്തിന് പകരം അത് വായിക്കാൻ ഒരു പ്രേരണ തന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ചർച്ചിനകത്ത് എല്ലാവരും കൂടെ നമ്മൾ വായിച്ചു. ഓർമ്മയുണ്ടോ? അന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യമാണ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. 1 കൊരിന്ത്യർക്ക്. എന്താ സ്നേഹം? സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? സ്നേഹം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നേ, എങ്ങനെ അത് പ്രകടമാകുന്നേ, എന്താ അതിൻ്റെ സ്വഭാവം, സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താ? അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഇത് സ്നേഹത്തിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പറയുക. കൊരിന്ത്യ സഭയ്ക്കകത്ത് സ്നേഹം നഷ്ടപ്പെട്ടു പോയ സഭയ്ക്ക് ആമേൻ ആമേൻ അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. തുടക്കത്തിൽ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ അന്യഭാഷ സംസാരിക്കുന്നവർക്കെല്ലാം സ്നേഹമില്ലെന്നാണ് പറയുന്നത്. അന്യഭാഷ സംസാരിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമല്ല. തുള്ളിച്ചാടി ആരാധിച്ച സ്നേഹം വരുമോ? ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് അതൊന്നല്ല സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ഇതൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചുമ്മാ കലബില് നമ്മൾ ഈ ചെമ്പ് പാത്രങ്ങൾ അടിച്ചാൽ എന്ത് ചെയ്യും? സൗണ്ട് ഉണ്ടാകും, ഇറിറ്റേഷനുള്ള സൗണ്ട് ആവും അല്ലേ? അത് സ്നേഹമില്ലാതെ ഇത് സംസാരിച്ചാൽ നമ്മളും അതുപോലാന്ന വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതുന്ന, അല്ലെ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു ഭാഗമാത്. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും, ഭയങ്കര വിശ്വാസമാണ്. സ്നേഹമില്ല എന്ത് കാര്യം? കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറയാൻ, സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം ഇല്ല, പിന്നെന്ത് കാര്യം? സ്നേഹമുണ്ടോ? എൻ്റെ ഹൃദയത്തിനകത്തും എൻ്റെ ജീവിതത്തിന് ഞാൻ ആവോളം സ്നേഹമുള്ള വ്യക്തിയാന്ന് പറയുന്നവരെ കാര്യങ്ങളോ ഉയർത്തിയേ? കുറച്ച് പേരെ ഉയർത്തത്തുള്ളൂ. ഹല്ലേലൂയ. ബാക്കി കൂടെ വായിക്കുമ്പോൾ കൂടെ പറയണം സ്നേഹമുണ്ടെന്ന്. ഹല്ലേലൂയ. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. പിന്നെ അടുത്ത് പറയുന്നു എൻ്റെ ശരീരം. അടുത്ത വാക്യം മാറ്റുമോ? ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല,
ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. ഇത് 4 ഉണ്ടോ? എന്നോട് ഇങ്ങനെയാ പറഞ്ഞേ, ഞാൻ കാണിച്ചു കൊടുക്കാം. അതല്ല പൊറുക്കുന്നെന്ന് പറയുന്നേ. സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? കർത്താവിന്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാം പൊറുക്കാൻ പറ്റുമോ? എല്ലാം സഹിക്കാൻ പറ്റുമോ? ചീത്ത പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. എതിർത്ത് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും? പറ്റണം. വേദനിപ്പിച്ചാൽ സഹിക്കാൻ പറ്റുമോ? അങ്ങോട്ട് സ്നേഹിച്ചിട്ട്, ഹല്ലേലൂയ, ഹൃദയം തുറന്ന് സ്നേഹം കൊടുത്താലും തിരിച്ച് പക മാത്രം, ആമേൻ, പകയുടെയും ആമേൻ എന്താ പറയുക, കത്തി പോലത്തുള്ള വാക്കുകൾ മാത്രം ആമേൻ ഇങ്ങോട്ട് വർഷിക്കുന്നവരെയും സ്നേഹിക്കാൻ പറ്റുമോ? പറ്റണം, കഴിയണം. ഹല്ലേലൂയ. കർത്താവ് പറയാ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ചർച്ചിനകത്തിരുന്ന് ആരാധിക്കുക, കർത്തൃമേശ്വരം മുമ്പിൽ ഇരിക്കുക. നമ്മൾ കർത്താവ് നമ്മളെ ഒന്ന് അളന്ന് നോക്കാൻ, നമ്മളെ ഒന്ന് തൂക്കി നോക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ ഇതിനകത്ത്? ഹൃദയത്തിനകത്തൊന്ന് പറയേ, ചുമ്മാ വാ കൊണ്ട് പറയല്ലേ. പറയേ, ഒന്ന് കർത്താവിനോട് പറയാൻ പറ്റും, കർത്താവേ, ഹൃദയം തുറന്ന് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിപ്പാൻ. കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് കളങ്കയില്ലായിരുന്നു, നിറഞ്ഞ സ്നേഹമായിരുന്നു. അതുപോലെ അതൊരഭിനയമായിരുന്നില്ല, തൻ്റെ പ്രാണനെ വെച്ച് തന്ന ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ? കർത്താവ് പറയും, എങ്കിൽ നിങ്ങൾ സ്നേഹിക്കും. ഇല്ലേ, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നെന്ന് പറയുന്നത് ചുമ്മാതാ. സ്നേഹം ഇല്ലാതെ അവൻ വേരിൽ, അല്ലെങ്കിൽ നമ്മളെ വെച്ച് പിടിപ്പിച്ചിരുന്ന കൊമ്പിനകത്തേക്ക് അവൻ വേരിന്റെ സ്വഭാവം വരുന്നേ. വേര് ക്രിസ്തുവാ, അതിലോട്ട് ആ കൊമ്പുകളായി നമ്മളെ ഒട്ടിച്ചു വെച്ചേക്കുന്നേ. ആമേൻ. സ്വഭാവം, വേരിന്റെ സ്വഭാവം വരണം, സ്നേഹം വരണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ചർച്ചിനകത്ത് വന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചിട്ട് എതിര്, ആമേൻ, അല്ലെങ്കിൽ അടുത്ത് ചെന്ന് ദേഷ്യത്തോടെ നിൽക്കുന്നവരെ കാണുമ്പോൾ മനസ്സിൽ അന്യായ ഭാഷ പറയുന്നവരുണ്ട്. സ്റ്റോപ്പ് ചെയ്തേ. ദൈവഹിതം അല്ലാത്ത വാക്കുകൾ സ്റ്റോപ്പ് ചെയ്തേ. ദൈവഹിതം അല്ലാത്ത ചിന്ത സ്റ്റോപ്പ് ചെയ്തേ. പ്രാർത്ഥിക്കുമ്പോൾ മറുപടി വേണോ? അല്ലേ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ലെന്ന് പരാതിയാണോ? നമ്മളോട് തന്നെ ചോദിക്ക്, മറുപടി ലഭിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്ന്. നമ്മളോട് തന്നെ. നിങ്ങൾ എന്നോടും ഞാൻ നിങ്ങളോടും അല്ല ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാൻ എൻ്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി യോഗ്യത ഉള്ള വ്യക്തിയാണോ എന്ന്. ക്രിസ്തുവിൽ വസിച്ചാൽ നമ്മൾ വെളിപ്പെടുന്ന സ്നേഹത്തിന്റെ സ്വഭാവമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലേ, ചർച്ചയിൽ പോയിട്ട് ആരാധിച്ചിട്ട് വിടുതല കിട്ടിയില്ലേ, ആ ചർച്ചും കൊള്ളൂല, പാസ്റ്ററും കൊള്ളൂല, കൂടെ ഇരിക്കുന്ന വിശ്വാസിയും കൊള്ളൂലെന്ന് പറഞ്ഞേച്ച് പോകാൻ കുഴപ്പമൊന്നും കാണത്തില്ല. നോക്ക്, എന്നിൽ വെളിപ്പെടേണ്ടുന്നത് എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മധുരമായിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെഡിസിൻ കയ്പാ എപ്പോഴും. ഇന്നത്തെ ഇച്ചിരി മെഡിസിനാന്ന് എനിക്കറിയാം. ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും ദേഷ്യമോ പകയോ വെച്ചോണ്ട് ഇതിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല.
ഞാൻ ആരാധനയ്ക്ക് മുടങ്ങാതെ പോകുന്നു, എൻ്റെ വിഷയത്തിന് വിടുതലില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനോട് പറയും, കർത്താവേ, ഹൃദയം തുറന്ന് ഇന്ന് പകൽക്കാലം ഞാൻ അവരോട് ക്ഷമിക്കുന്നു. എന്നെ ദ്രോഹിച്ചവരെ, എന്നെ പകയ്ക്കുന്നവരോട്, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുകയാണ്. ഞാൻ ഹൃദയം തുറന്നവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് പറയാം, ഇത് വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകും. നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ഭർത്താവിനെ, വേദനിപ്പിക്കുന്ന ഭാര്യയെ, വേദനിക്കുന്ന അപ്പനെ, അമ്മയെ, അമ്മായിയപ്പനെ, സഹോദരനെ, സഹോദരിയെ, നാത്തൂനെ, ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ വ്യക്തിയോട് മനഃപൂർവ്വം ക്ഷമിക്കുക. എന്നിട്ട് പറയൂ, കർത്താവേ, ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ അനുഗ്രഹത്തെ തടയാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പാപം വരത്തില്ല. കാരണം കൂട്ടുകാരനെ യഥാവിധം സ്നേഹിക്കുന്നവന് കൂട്ടുകാരൻ്റെ നന്മയെ മോഹിക്കാൻ പറ്റത്തില്ല. കൂട്ടുകാരൻ്റെ കുടുംബത്തിനകത്തിരിക്കുന്ന ഒന്നിനെ മോഹിക്കാൻ പറ്റത്തില്ല. അവനോട് അസൂയ വരത്തില്ല, അവനോട് ദേഷ്യം വരത്തില്ല, അവനോട് നീ ചീർക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. വല്ലപ്പോഴും കൂടെ അല്ല ഇങ്ങനെ തരുന്നേ. ദഹിക്കോ? പിണക്കമില്ല, ഈ വചനം എനിക്ക് പ്രയോജനമായി തീരുന്നു എന്ന് പറയുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം വെറും ഒരു ജീവിതം അല്ല കേട്ടോ. വെറുതെ ഒരു ആഡംബരം കാണിക്കാൻ വന്ന് കൈയും തട്ടി പാടി ആരാധിച്ചിട്ട് പോകുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം. ജീവിതത്തിനകത്ത് ക്രമീകരണങ്ങൾ വരട്ടെ, സ്നേഹിക്കാൻ തുടങ്ങട്ടെ, ക്ഷമിക്കാൻ തുടങ്ങട്ടെ, മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ, എനിക്ക് അങ്ങയുടെ സ്വഭാവമുള്ള വ്യക്തിയാക്കി തീരണം. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് അടിയനെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സാന്നിധ്യം, ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ സ്വർഗം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാട്ടെ, 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 പറഞ്ഞാട്ടെ. വചനത്തിൽ നിൽക്കുന്നു, പാപത്തോട് നിങ്ങൾ അകന്നിരിക്കും. പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ വചനം നിങ്ങളെ ശക്തീകരിക്കും. വചനം നിങ്ങൾ വസിക്കുന്നുവോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. ക്രിസ്തുവിൽ വസിക്കുന്നുവോ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്കാം. ക്രിസ്തുവിൽ വസിക്കുന്നവനിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഒരിക്കലും സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാകത്തില്ല, ഒരിക്കലും മറ്റുള്ളവന്റെ തകർച്ചയാകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ ആധാരം അസൂയയാകത്തില്ല. പ്രാർത്ഥനാ വിഷയത്തിന്റെ ആധാരം ഇന്ന് പകൽക്കാലം പറയും, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നിൽ വരണം, ഞാൻ ഫലമുള്ളവനായി തീരട്ടെ. എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ, എൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ, എന്നെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ ഞാൻ അങ്ങയിൽ അവൻ സ്നേഹത്തിൻ്റെ ഫലം കായ്ക്കുന്ന വ്യക്തിയായി തീരട്ടെ. കർത്താവേ, അടിയങ്ങളെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം ഞങ്ങൾ അങ്ങയുടെ മേശയുടെ മുമ്പിലായിരിക്കുന്നു. പകയും പിണക്കവും ദേഷ്യവും വിദ്വേഷങ്ങളും ഒന്നും വെച്ചുകൊണ്ടിരിക്കാനല്ല. ഞങ്ങളുടെ സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ചാർച്ചക്കാരുടെ മുൻപിൽ, സഭയിൽ ഒക്കെ നല്ല ഫലം കാക്കുന്നവരായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങളിൽ വരട്ടെ. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ലല്ലോ. നല്ല ഫലം കാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയിൽ വസിക്കട്ടെ. അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ പ്രകടമാകട്ടെ. പ്രാർത്ഥന, ഫലകരമായ പ്രാർത്ഥന, മറുപടി ലഭിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തൊരണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ പൊതിയണമേ. ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ.